ലെഫ്റ്റ് ആവാ. ഗാക്സി എടാ നിനക്കൊക്കെ നല്ല റവന്യൂ കിട്ടുന്നതല്ലേ, അതിൽ കാശ് കൊടുത്താൽ പോരെ? നിങ്ങളുടെ ഫ്രണ്ടിന്റെ അല്ലേ വലിയ എന്താ നിന്റെ ഫ്രണ്ടിന്റെ അല്ലേ വലിയ കാശുള്ള വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അത് വിറ്റ് കൊടുക്കടാ. ഇങ്ങനെ വ്യൂവേഴ്സിനെ ഊറ്റി ജീവിക്കല്ലേ നാണം കെട്ടവന്മാരെ. എടാ കാര്യം അറിഞ്ഞിട്ട് പറയടാ പുണ്ടച്ചി. എന്റെ റവന്യൂ ഞാൻ കൊടുക്കുന്നത്, ഞാൻ പബ്ലിക്കിൽ നിന്ന് ഞാൻ പിരിച്ചിട്ടില്ല. പോടാ പുണ്ടച്ചി മോനെ, സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്ത പൂറി മോനെ. നീ പോ, നിന്റെ അടുത്ത് നക്കാൻ ഞാൻ വന്നോടാ. നീ വന്നോ, നീ നിന്റെ തന്തയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം പോയി കൊടുക്കടാ പുണ്ടച്ചി മോനെ. നീ എന്നിട്ട് എന്നോട് പറ, എനിക്ക് തരാന്ന് പറഞ്ഞ എന്റെ റവന്യൂ, നീ മെൻഷൻ ചെയ്ത റവന്യൂ ഇല്ലേ, നീ മെൻഷൻ ചെയ്ത റവന്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്. കേട്ടറാ പുണ്ടച്ചുവനെ, നീ ആദ്യം നിന്റെ തന്തയ്ക്ക് നിളയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്ക് ഒരു ഗ്ലാസ്, എന്നിട്ട് നീ സമൂഹം നന്നാക്കാൻ വാടാ പൂറിമോനെ. അവൻ്റെ വർത്താനം കുറേ നേരം ഞാൻ മിണ്ടായിരുന്നു കേൾക്കണം. നിന്റെ സ്പാം മൾട്ടിപ്പിൾ അക്കൗണ്ടിൽ നിന്ന് നീ തുടങ്ങിയതാണ്. ഞാൻ മിണ്ടണ്ടെന്ന് വിചാരിച്ചിരുന്നപ്പോഴേ, എന്ന് ചാരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ഓഫ് ദ ഡേ ഇങ്ങനത്തെ കുറേ പട്ടിക്കഴിവറ മക്കൾ വരും. സ്വന്തം തന്തയ്ക്ക് നിളയ്ക്കും പോലും വെള്ളം കൊടുക്കാത്ത കുറേ പുണ്ടച്ചികൾ. പോയ സ്വന്തം അമ്മ അടുക്കളയിൽ എന്ത് ചെയ്യുവാന്നൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പോയി നോക്കടാ, എന്നിട്ട് നീ എന്നെ ഉണ്ടാക്കാൻ വാ. എനിക്ക് കിട്ടിയ ചലഞ്ച് പൈസ ഞാൻ കൊടുക്കുന്നത്, അല്ലാതെ നിന്റെ തന്ത എനിക്ക് എഴുതി തന്ന സ്വത്തൊന്നും അല്ല. കേട്ടറ മയിരേ, എനിക്ക് പേഴ്സണലി തരാമെന്ന് പറഞ്ഞ പൈസയാണ് ഞാൻ കൊടുക്കുന്നത്, എൻ്റെ റവന്യൂ അതാ ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ ഈ ലൈവിൽ കാണുന്ന ഒരാളോട് പിരിച്ചിട്ടില്ല. ഇതാർക്കാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ പുള്ളി എനിക്ക് അറിയത്ത പോലും ഇല്ല, ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല ആ പുള്ളിയെ. മനസ്സിലായാ? തന്നെ കഴിവറാമനെ അല്ലട കണ്ണാപ്പി. എന്തേലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളതാടാ ഇവന്മാർക്കൊക്കെ ഈ എല്ലാ ബാക്കിയുള്ളവന്മാരുടെ അടുത്ത് പറയുമ്പോൾ മിണ്ടാതിരുന്ന് എല്ലാവരും കേൾക്കുന്ന പോലെ എൻ്റെ അടുത്ത് മുമ്പാൻ വരരുത്. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എല്ലാത്തിലും ഇങ്ങനെ കുറെ കുണ്ണാള് അച്ഛനെ മുമ്പ് ജീവിക്കുന്നവന്മാരാണ് ഈ വന്നിട്ട് അവന്റെയൊക്കെ വർത്താനം അവന്റെയൊക്കെ